എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര ടൈപ്പ് യൂണിറ്റ് സെല്ലുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. നമ്മൾ കണ്ടു ഷേപ്പ് അനുസരിച്ച് 7 ടൈപ്പ് യൂണിറ്റ് സെല്ലുകളാണ്. അപ്പോൾ 7 ക്രിസ്റ്റൽ സിസ്റ്റം. ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിലും ഒന്നിലധികം ടൈപ്പ് യൂണിറ്റ് സെല്ലുകൾ വരാം. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ 14 തരം യൂണിറ്റ് സെല്ലുകളാണ് ഉള്ളത്. അവയാണ് നമ്മൾ 14 ബ്രവൈസ് ലാറ്റിസസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ശരിക്കും ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് 7 ക്രിസ്റ്റൽ സിസ്റ്റംസിൽ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ കണ്ടു ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ, അതായത് ക്യൂബിക് ഷേപ്പുള്ള യൂണിറ്റ് സെല്ലുകൾ 3 തരത്തിൽ വരാം. ഏതൊക്കെയാണ് നോക്കൂ, ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഇതൊരു ക്യൂബാണ്. ക്യൂബ് ഒരു ക്യൂബിൻ്റെ കോർണേഴ്സിൽ മാത്രം സ്ഫിയേഴ്സ് വരുന്നു. ഇനി ക്യൂബ് അതിൻ്റെ കോർണേഴ്സിലും സ്ഫിയേഴ്സ് ഉണ്ട്. ഏത് ക്യൂബിക് യൂണിറ്റ് സെല്ലിലും എല്ലാ കോർണേഴ്സിലും സ്ഫിയേഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ക്യൂബ് കംപ്ലീറ്റ് ആകില്ല. എല്ലാ കോർണറിലും സ്ഫിയേഴ്സ് വന്നാലേ ക്യൂബ് കംപ്ലീറ്റ് ആകുകയുള്ളൂ. അതുകൊണ്ട് കോർണേഴ്സിലെല്ലാം എല്ലാ യൂണിറ്റ് സെല്ലിലും ഉണ്ടാകും. ഇൻ അഡീഷൻ ടു കോർണേഴ്സ് ദർ ഈസ് വൺ അറ്റ് ദ ബോഡി സെൻറ്റർ ഓൾസോ. ബോഡി സെൻറ്റർ എന്ന് പറഞ്ഞാൽ ക്യൂബിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ. ഇനി ഇത് കൂടാതെ മൂന്നാമത്തെ ടൈപ്പിൽ ക്യൂബ്, ക്യൂബിൻ്റെ കോർണേഴ്സിലെല്ലാം സ്ഫിയേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ ക്യൂബിൻ്റെ ഫേസ് സെൻറ്ററുകളിൽ, ഓരോ ഫേസിൻ്റെയും സെൻറ്ററുകളിൽ ഓരോ സ്ഫിയേഴ്സ് വരുന്നു. ഈ ടോപ്പ് ഫേസിൻ്റെ സെൻറ്ററിലൊന്ന്, ഈ റൈറ്റ് ഫേസിൻ്റെ സെൻറ്ററിലൊന്ന്, ഈ ലെഫ്റ്റ് ഫേസിൻ്റെ സെൻറ്ററിലൊന്ന്, ഈ ബോട്ടം ഫേസിൻ്റെ സെൻറ്ററിലൊന്ന്, പിന്നെ ഈ ഫ്രണ്ട് ഫേസിൻ്റെ സെൻറ്ററിൽ ഒന്ന്, പിന്നെ ഈ ബാക്ക് ഫേസിൻ്റെ സെൻറ്ററിൽ ഒന്ന്. ഇങ്ങനെ വരുമ്പോൾ നോക്കുക, ഇവിടെ കോർണേഴ്സിൽ മാത്രം വന്നിരിക്കുന്നു. അതിന് പറയുന്ന പേരാണ് സിമ്പിൾ ക്യൂബ് ഓർ പ്രിമിറ്റീവ്. കോർണേഴ്സിലും ക്യൂബിൻ്റെ സെൻറ്ററിലും വന്നാൽ അതിനെ ബോഡി സെൻറ്റേഡ് ക്യൂബ് BCC. കോർണേഴ്സിലും ഫേസ് സെൻറ്ററുകളിലും വന്നാൽ അതിനെ ഫേസ് സെൻറ്റേഡ് ക്യൂബ് FCC. ഫേസ് സെൻറ്റേഡ് ക്യൂബ്. ഇങ്ങനെ 3 തരത്തിലുള്ള ക്യൂബിക് യൂണിറ്റ് സെല്ലുകളാണ് ഉള്ളത്. നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഓരോ യൂണിറ്റ് സെല്ലിനുള്ളിലും എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ, ഉദാഹരണമായിട്ട് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണെങ്കിൽ നമ്മൾ കരുതും, നോക്കൂ 8 കോർണേഴ്സ് ആണുള്ളത്, ഓരോ കോർണറിലും ഓരോ സ്ഫിയർ ഉണ്ട്, അപ്പോൾ ക്യൂബിനുള്ളിൽ 8 സ്ഫിയേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ കരുതും. പക്ഷെ ശരിക്കും അങ്ങനെയല്ല സിറ്റുവേഷൻ. ഓരോ കോർണറിലും ഇരിക്കുന്ന സ്ഫിയർ പൂർണ്ണമായും ഇതിനുള്ളിലല്ല. നമുക്ക് എങ്ങനെയാണ് ക്രിസ്റ്റലിനുള്ളിൽ ഒരു യൂണിറ്റ് സെൽ വരുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഒരു ക്യൂബ്, ഈ ക്യൂബിൻ്റെ ഈ കോർണറിൽ ഒരു സ്ഫിയർ ഉണ്ടെന്ന് കരുതുക. ഈ ക്യൂബിൻ്റെ ഈ കോർണറിലൊരു സ്ഫിയർ ഇരിക്കുന്നു. വി നോ ദാറ്റ് in a crystal this cube is not alone. There are a number of cubes surrounding this particular cubic unit cell. നമുക്ക് അങ്ങനെ ചുറ്റുമുള്ള മറ്റ് യൂണിറ്റ് സെല്ലുകളുടെ എന്ന് പരിഗണിക്കാം.
ഇതിന് പുറകിലുള്ളൊരു യൂണിറ്റ് സെൽ. ഇനി അതിന് റൈറ്റ് സൈഡിലായിട്ട് കണ്ടോ, ഇനി ഈ സ്പേസിലും ഒരു യൂണിറ്റ് സെൽ വരും. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുക, ഈ ക്യൂബിനകത്തായിരുന്ന ഒരു കോർണറിലിരുന്ന ഒരു സ്ഫിയർ. ആക്ച്വലി നൗ ഇറ്റ് ഈസ് വിതിൻ 4 cubes. It is very clear that we can place 4 more cubes above these 4 cubes. അതുകൂടെ ഞാൻ വരയ്ക്കാം. നോക്കുക, ഇത് ഇനി ഇതിന് മുന്നിലായിട്ട് ഇറങ്ങണം. ഇതുകൂടാതെ ഇതിന് റൈറ്റ് സൈഡിലൊന്ന്, കണ്ടോ, ഇപ്പോൾ 7 ക്യൂബുകളായി. ഇനി ഈ സ്പേസിൽ അടുത്തൊരു ക്യൂബ് കൂടെ നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ക്യൂബിൻ്റെ കോർണറിലിരുന്ന ഒരു സ്ഫിയർ യഥാർത്ഥത്തിൽ 8 ക്യൂബിനുള്ളിലായിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സോ വിതിൻ ദിസ് ക്യൂബ് there is only 1/8 part of this sphere. ഇതിൻ്റെ 1/8 പാർട്ട് ഇതിനകത്ത് വരും, വേറൊരു 1/8 പാർട്ട് ഇതിനകത്ത് വരും, വേറൊരു 1/8 പാർട്ട് പുറകിലുള്ളതിൽ വരും, പിന്നെ അടുത്തൊരു 1/8 പാർട്ട് ഇതിൽ, അടുത്ത 1/8 ഇതിൽ, അടുത്ത 1/8 ഇതിൽ, അടുത്ത 1/8 ഇതിൽ, പിന്നെ ഒരെണ്ണം പുറകിൽ നമുക്ക് കാണാൻ പറ്റാത്ത വേറൊരു ക്യൂബ് കൂടെ ഉണ്ട് ഇതിന് പുറകിലായിട്ട്, അതിനകത്ത് വേറൊരു 1/8 വരും. അപ്പോൾ ആകെ എല്ലാം കൂടി ചേർന്ന് അങ്ങനെയാണ് ഒരു സ്ഫിയർ പല ക്യൂബിനകത്തായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ക്യൂബിൻ്റെ കോർണറിലിരുന്ന സ്ഫിയറിൻ്റെ 1/8 പാർട്ട് മാത്രമേ ഈ ക്യൂബിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, കോൺട്രിബ്യൂഷൻ ഫ്രം കോർണർ equal to 1/8. One corner from one corner. ഒരു കോർണറിൽ നിന്ന് ഉള്ള കോൺട്രിബ്യൂഷൻ എപ്പോഴും 1/8 ആയിരിക്കും. ഇനി നമുക്കൊരു ഫേസ് സെൻറ്ററിൻ്റെ കാര്യം നോക്കാം. ഫേസ് സെൻറ്റർ ഇപ്പോൾ ഒരു ക്യൂബ് ഇങ്ങനെ എഴുതുക, ഇതിൻ്റെ ഫേസിൻ്റെ സെൻറ്ററിൽ ഒരു സ്ഫിയർ ഉണ്ടെന്ന് കരുതുക. ഈ സ്ഫിയർ യഥാർത്ഥത്തിൽ 2 ക്യൂബുകളിലായി ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. 2 ക്യൂബുകൾ, 1 2 1 2 2 ക്യൂബുകളിലായിട്ട് അത് ഡിവൈഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഒരു ക്യൂബിൻ്റെ ഫേസ് സെൻറ്ററിലിരിക്കുന്ന ഒരു സ്ഫിയറിൻ്റെ 1/2 പാർട്ടാണ് ആ ക്യൂബിനുള്ളിൽ വരുന്നത്. മിച്ചമുള്ള 1/2 പാർട്ട് അടുത്ത ക്യൂബിലാണ്. സോ കോൺട്രിബ്യൂഷൻ from one face center equal to 1/2. ഇനി വരാവുന്നത് നമുക്കറിയാം ബോഡി സെൻറ്ററാണ്. ക്യൂബിൻ്റെ സെൻറ്ററിൽ ഒരു സ്ഫിയർ ഇരിക്കുന്നു. ക്യൂബിൻ്റെ സെൻറ്ററിൽ നോക്കൂ, ക്യൂബ്, അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്ഫിയർ ഇരിക്കുന്നു. We know that a sphere at the center of a cube is shared with no other cube. So this is completely within the cube. So contribution from body center is always 1. Contribution from body center. Contribution from
body center equal to 1. It is always 1. Then ഇത് മൂന്നുമാണ് നമുക്ക് ക്യൂബിക് യൂണിറ്റ് സെല്ലുകളിൽ സാധാരണ ആവശ്യം വരുന്നതെങ്കിലും കാൽക്കുലേഷൻസിൽ നമുക്ക് മറ്റൊരെണ്ണം കൂടെ ആവശ്യം വരും. എഡ്ജ് സെൻറ്റർ. നോക്കൂ, ഒരു ക്യൂബ്, അതിൻ്റെ നമുക്കറിയാം ഒരു ക്യൂബിന് 12 എഡ്ജസ് ആണുള്ളത്. 1 2 3 4 5 6 7 8 9 10 11 12. ഈ എഡ്ജിൻ്റെ സെൻറ്ററിൽ ഒരു സ്ഫിയർ ഇരിക്കുന്നു എന്ന് കരുതൂ. ഇത് ശരിക്കും 4 ക്യൂബുകളിലായി ഷെയർ ചെയ്ത് പോകുന്നു. ഇതിന് പിന്നിലായിട്ട് ഇവിടെ വേറൊരു ക്യൂബ് വരും, അപ്പുറത്ത് ഒരു ക്യൂബ് ഇങ്ങനെ വരും, പിന്നെ ഈ പൊസിഷനിൽ അടുത്തൊരു ക്യൂബ് വരുന്നു. അപ്പോൾ എഡ്ജ് സെൻറ്ററിൽ ഇരിക്കുന്നത് 4 ക്യൂബിനകത്തായിട്ട് പോകും. സോ കോൺട്രിബ്യൂഷൻ ഫ്രം 1 എഡ്ജ് സെൻറ്റർ ഈക്വൽ ടു 1/4. നോക്കൂ, അപ്പോൾ ഒരു കോർണറിൽ നിന്ന് ആ ക്യൂബിനകത്തേക്കുള്ള കോൺട്രിബ്യൂഷൻ 1/8 ആണ്. ഒരു ഫേസ് സെൻറ്ററിൽ നിന്ന് ആ ക്യൂബിനുള്ളിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 1/2 ആണ്. ഒരു ബോഡി സെൻറ്ററിൽ നിന്നുള്ളത് ഓൾവേസ് 1, എഡ്ജ് സെൻറ്ററിൽ നിന്നുള്ളത് 1/4. ആ ക്യൂബിനുള്ളിലേക്കുള്ള കോൺട്രിബ്യൂഷൻ്റെ കാര്യമാണ് പറയുന്നത്. Now using these facts we can calculate the number of particles in each type of unit cell. First of all, simple cube. സിമ്പിൾ ക്യൂബിൽ കോർണേഴ്സിൽ മാത്രമാണ് സ്ഫിയേഴ്സ് ഉള്ളത്. ഒരു കോർണറിൽ 1/8, അത്തരം 8 കോർണേഴ്സ്. സോ 1/8 × 8 ഈക്വൽ ടു 1. നൗ ബോഡി സെൻറ്റേഡ് ക്യൂബിൽ നമുക്കറിയാം കോർണേഴ്സിൽ സ്ഫിയേഴ്സ് ഉണ്ട്, ക്യൂബിൻ്റെ സെൻറ്ററിലും ക്യൂബുണ്ട്. അപ്പോൾ കോർണേഴ്സിൽ നിന്ന് 1/8 × 8 പ്ലസ് ബോഡി സെൻറ്റർ. കോൺട്രിബ്യൂഷൻ ഫ്രം ബോഡി സെൻറ്റർ ഈസ് ഓൾവേസ് 1. സോ 1 + 1 ഈക്വൽ ടു 2. Then face centered cube, FCC. Here spheres are present at coordinates as well as face center. From coordinates 1/8 × 8 plus from face center, from one face center 1/2. How many faces are there in a cube? We know that there are 6 faces. So 1/2 × 6, that is equal to 1/8 × 8 1 plus 1/2 × 6 equal to 3 equal to 4. അപ്പോൾ ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിനകത്ത് ആകെ ഒരു പാർട്ടിക്കിളേ ഉള്ളൂ. ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിനകത്ത് 2 പാർട്ടിക്കിളുണ്ട്. കോർണേറ്റ്സിലെല്ലാം കൂടെ ഒന്ന്, സെൻറ്ററിലുള്ള ഒന്ന്. ഫേസ് സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിനകത്ത് 4 പാർട്ടിക്കിളാണുള്ളത്. കോർണേഴ്സിലെല്ലാം കൂടെ ഒന്ന്, ഫേസ് സെൻറ്ററിലെല്ലാം കൂടെ 3, എ ടോട്ടൽ ഓഫ് 4. അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി സ്ഥലത്ത് ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് റിലേഷൻ ബിറ്റ്വീൻ എഡ്ജ് ലെങ്ത് സ്മോൾ ലെറ്റർ എ ആൻഡ് റേഡിയസ് സ്മോൾ ലെറ്റർ ആർ. നമുക്കറിയാം ക്യൂബ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ പാർട്ടിക്കിൾസ് കൊണ്ടാണ്, കുറേ സ്ഫിയേഴ്സ് കൊണ്ടാണ്. ഈ സ്ഫിയറിൻ്റെ റേഡിയസും ആ ഉണ്ടായിരിക്കുന്ന ക്യൂബിൻ്റെ എഡ്ജ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് സിമ്പിൾ ക്യൂബ് എടുക്കാം. സിമ്പിൾ ക്യൂബ് നമ്മൾ സാധാരണ സിമ്പിൾ ക്യൂബ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കാറുള്ളത്. ഒരു ക്യൂബ് വരച്ചിട്ട് ഓരോ കോർണറിലും ഓരോ സ്ഫിയർ എന്ന് വരയ്ക്കും. നമ്മളിപ്പോൾ ഈ സ്ഫിയേഴ്സ് വളരെ അകന്നിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, പരസ്പരം ടച്ച് ചെയ്തിട്ടില്ല. ബട്ട് ആക്ച്വലി ദിസ് ഈസ് നോട്ട് ദ സിറ്റുവേഷൻ. നമ്മൾ വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ശരിക്കും ഈ സ്ഫിയേഴ്സ് എല്ലാം പരസ്പരം ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് കറക്റ്റായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഇത് ഇങ്ങനെയാണ്. ഇതൊരു ക്യൂബാണെങ്കിൽ നോക്കൂ,
ഈ കോർണറിൽ ഇരിക്കുന്ന സ്ഫിയർ ഇങ്ങനെയാണ്, ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെ, ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെ, ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെ. ഈ കോർണറിലുള്ളത് ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെയുള്ളത് ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെയുള്ളത് ഇങ്ങനെ ഇരിക്കുന്നു. ഈ കോർണറിലുള്ളത് നമുക്ക് ഇപ്പുറത്തൊന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. ദിസ് ഈസ് ദ ആക്ച്വൽ സിറ്റുവേഷൻ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ആ ക്യൂബിനെ ഒഴിവാക്കിയാൽ ഇങ്ങനെയാണ് ശരിക്കുള്ള സിറ്റുവേഷൻ. അപ്പോൾ സ്ഫിയേഴ്സ് തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നാണ് ഇരിക്കുന്നത്, ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോക്കൂ, നമ്മൾ ഇത് സിമ്പിൾ ക്യൂബാണെന്ന് പറഞ്ഞല്ലോ. സിമ്പിൾ ക്യൂബിൻ്റെ ഒരു ഫേസ് മാത്രം നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഒരു ഫേസ് നോക്കുക, ഒരു ഫേസ് മാത്രം കൺസിഡർ ചെയ്താൽ ഇതാണ് ഒരു ഫേസ്. ക്യൂബിൻ്റെ ഒരു ഫേസാണല്ലോ, ക്യൂബിൻ്റെ ഒരു ഫേസാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം ക്യൂബിൻ്റെ എഡ്ജ് എ എന്നാണ് നമ്മൾ എടുക്കുന്നത്, എ. അപ്പോൾ നമ്മൾ ഒരു ഫേസ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ നോക്കുക, ഇത് എ, ഇവിടെ ഇരിക്കുന്ന സ്ഫിയർ ഇവിടെ ഇരിക്കുന്ന സ്ഫിയർ വരച്ചപ്പോൾ ഒരല്പം സൈസ് വ്യത്യാസമുണ്ട്. ശരിക്കും അത് ഒരേ വലിപ്പമുള്ള സ്ഫിയേഴ്സാണ്. ഈ റേഡിയസ് ആർ, ഈ റേഡിയസും ആർ തന്നെ, കാരണം ഒരേ വലിപ്പമുള്ള സ്ഫിയേഴ്സ് ആണല്ലോ. സോ എ ഈസ് ഈക്വൽ ടു 2r. So this is the relation between edge length a and radius r in the case of a simple cube. A is equal to 2r. Okay. Now face-centered cube. Face-centered cube, FCC unit cell. നോക്കൂ, ഒരു FCC യൂണിറ്റ് സെല്ലിൽ നമ്മൾ ക്യൂബ് ഇങ്ങനെ വരച്ചാൽ ഇവിടെ ഇരിക്കുന്ന സ്ഫിയറും ഇവിടെ ഇരിക്കുന്ന സ്ഫിയറും തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല. സ്ഫിയേഴ്സ് അറ്റ് ദ നെയ്ബറിംഗ് കോർണേഴ്സ് ആർ നോട്ട് ഇൻ കോണ്ടാക്ട് ഇൻ എ ഫേസ് സെൻറ്റഡ് ക്യൂബ്. ഇതും ടച്ച് ചെയ്തിട്ടില്ല, ഇതും ടച്ച് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ടച്ച് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ഫേസിൻ്റെ സെൻറ്ററിലിരിക്കുന്ന ഒരു സ്ഫിയർ ഇതെല്ലാം തമ്മിൽ ടച്ച് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കുമ്പോൾ ഈ രണ്ട് സ്ഫിയേഴ്സിന് ഇതിനേക്കാൾ കൂടുതൽ എടുത്തു വരാൻ പറ്റില്ല. സോ ദ സ്ഫിയേഴ്സ് ആർ ഇൻ കോണ്ടാക്ട് നോട്ട് അലോങ് ദ എഡ്ജ് ബട്ട് അലോങ് ദ ഡയഗണൽ. നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്യൂബിന് രണ്ട് തരം ഡയഗണൽസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു ക്യൂബായിട്ട് ഇമാജിൻ ചെയ്താൽ ക്യൂബ്, ഈ ക്യൂബിന് രണ്ട് തരം ഡയഗണൽസ് നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ഈ ക്യൂബിൻ്റെ ഈ ഫേസും ഈ ഫേസിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സ്. ഏതെങ്കിലും ഫേസിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് കോർണേഴ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ ക്യൂബിൻ്റെ ഫേസ് ഡയഗണൽ എന്ന് പറയും. ഫേസ് ഡയഗണൽ. ഇനി ക്യൂബിൻ്റെ ഓപ്പോസിറ്റ് ഫേസിൻ്റെ അല്ല, ഓപ്പോസിറ്റ് കോർണേഴ്സിനെ, ഉദാഹരണമായിട്ട് ഈ കോർണറും കണക്ട് ചെയ്ത് നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചാൽ അതിനെ ബോഡി ഡയഗണൽ എന്ന് പറയും. സോ എ ക്യൂബ് ഹാസ് ടു ടൈപ്പ് ഓഫ് ഡയഗണൽസ്, ഫേസ് ഡയഗണൽ ആൻഡ് ബോഡി ഡയഗണൽ. നോക്കൂ, നമ്മൾ ഇതിപ്പോൾ ഒരു ഫേസ് ഡയഗണലാണ്. അപ്പോൾ ഒരു ഫേസ് സെൻറ്റഡ് ക്യൂബിൽ സ്ഫിയേഴ്സ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്നത് എഡ്ജിലൂടെയല്ല, ഫേസ് ഡയഗണലിലൂടെയാണ്. അപ്പോൾ ഞാനതൊന്ന് എടുത്ത് വരയ്ക്കാം. നോക്കൂ, ഒരു ഫേസ് മാത്രം വരയ്ക്കുന്നു. ഇതാണ് അപ്പോൾ ഫേസ് ഡയഗണൽ. ഇത് ഫേസ് സെൻറ്ററാണ്. ഫേസ് സെൻറ്ററിൽ ഒരു സ്ഫിയറുണ്ട്. പിന്നെ ഓരോ കോർണേഴ്സിൽ, ഈ കോർണറിൽ ഒരു സ്ഫിയറുണ്ട്, ഈ കോർണറിലുണ്ട്, ഈ കോർണറിലുണ്ട്, ഈ കോർണറിലുണ്ട്. ഇങ്ങനെയാണ് സ്ഫിയേഴ്സ് വരുന്നത്. നമുക്ക് ആദ്യം നോക്കൂ, ഫേസ് ഡയഗണലിൻ്റെ ലെങ്ത് നമുക്ക് ഫേസ് ഡയഗണലിൻ്റെ ലെങ്ത് D എന്നെടുക്കാം.
face diagonal D. This is the edge length of cube. This is also edge length of cube A. You can see that this is a right angle triangle. So by applying Pythagoras theorem, you get D square is equal to A square plus A square. That is equal to 2A square. So D is equal to root 2A. ഫേസ് ഡയഗണൽ റൂട്ട് 2A എന്ന് കിട്ടിയിരിക്കുന്നു ഫേസ് ഡയഗണൽ. ഇനി ദാ ഈ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് ഇത്രയും ഭാഗം. ഈ സ്ഫിയറിൻ്റെ ഒരു റേഡിയസ് ആണ് ഇത്രയും ഭാഗം. ഇവിടുന്ന് ഇവിടം വരെ മറ്റൊരു റേഡിയസ്. ഇനി ഇവിടുന്ന് ഇവിടം വരെ ഇതിൻ്റെ റേഡിയസ്. എല്ലാം ഒരേ വലിപ്പമുള്ള സ്ഫിയേഴ്സ് ആണല്ലോ. അപ്പോൾ D is equal to R plus R plus R plus R, 4R. So D is equal to root 2A, D is equal to 4R. By comparing these two, it is very clear that 4R is equal to root 2A. So this is the relation between edge length and radius in the case of a face-centered cube. 4R is equal to root 2A. ഇവിടെ നോക്കൂ, ഞാൻ അന്നെടുത്ത് എഴുതാം. 4R is equal to root 2A. നിങ്ങളുടെ മറ്റൊരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നോക്കൂ, ഫേസ് ഡയഗണൽ is equal to root 2A ആണ്. ഓക്കെ, നമുക്കിനി അടുത്തത് ബോഡി സെൻറ്റേഡ് ക്യൂബിലേക്ക് പോകാം. നമുക്കറിയാം ബോഡി സെൻറ്റേഡ് ക്യൂബിൻ്റെ കോർണേഴ്സിലും സ്ഫിയേഴ്സ് ഉണ്ട്, കൂടാതെ ക്യൂബിൻ്റെ സെൻറ്ററിലും സ്ഫിയറുണ്ട്. അപ്പോൾ ഈ സെൻറ്ററിലൊരു സ്ഫിയർ ഇരിക്കുന്നതുകൊണ്ട് കോർണേഴ്സിലുള്ള സ്ഫിയറുകൾ തമ്മിൽ ടച്ച് ചെയ്യില്ല. സ്ഫിയേഴ്സ് തമ്മിൽ ടച്ച് ചെയ്യുന്നത് ആ കോർണറിലുള്ള സ്ഫിയറും ക്യൂബിൻ്റെ സെൻറ്ററിലുള്ള സ്ഫിയറും തമ്മിലാണ് ടച്ച് ചെയ്യുന്നത്. ഞാനൊന്ന് വരച്ച് കാണിക്കാം, നോക്കിയോളൂ. ഇപ്പോൾ നോക്കൂ, ഇതൊരു ക്യൂബാണ്. ഞാൻ ഈ ക്യൂബിൻ്റെ ഈ ഫേസ് ഇപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ക്യൂബാണെന്ന് കരുതുക. ഈ ഫേസ് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യാണ്. ഈ ഫേസ് ഇത് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്തു. മനസ്സിലായോ? ഒരു ഫേസ് ഓപ്പൺ ചെയ്തു. ഇനി ഈ ഫേസ് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതുകൂടെ ഓപ്പൺ ചെയ്താൽ നോക്കുക, ഇപ്പോൾ ഒരു ക്യൂബിക് ആയിട്ടുള്ളൊരു ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ക്യൂബിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സാണ് ഇതും. ഇവയെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ ബോഡി ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബോഡി ഡയഗണൽ. അതേസമയം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ക്യൂബിൻ്റെ ഒരു ഫേസാണ്. അതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ ഫേസ് ഡയഗണൽ എന്ന് പറയും. ഫേസ് ഡയഗണലിനെ സാധാരണ ഡി എന്നും ബോഡി ഡയഗണലിനെ ഡി ഡാഷ് എന്നും സൂചിപ്പിക്കാറുണ്ട്. ഡിയും ഡി ഡാഷും. ഇനി നമ്മൾ എല്ലാ കോർണറിലുമുള്ള സ്ഫിയേഴ്സ് വരയ്ക്കുന്നില്ല. ബോഡി ഡയഗണലിൻ്റെ സെൻറ്ററാണ് ക്യൂബിൻ്റെ സെൻറ്റർ. ക്യൂബിൻ്റെ സെൻറ്ററിൽ ഒരു സ്ഫിയറുണ്ട്. പിന്നെ ഈ കോർണറിലുള്ള ഒരു സ്ഫിയർ നമ്മൾ വരയ്ക്കുന്നു. ഈ കോർണറിലുള്ള സ്ഫിയർ നമ്മൾ വരയ്ക്കുന്നു. നോക്കൂ, ഇതാണ് ബോഡി സെൻറ്റേഡ് ക്യൂബിൽ ഉള്ള സ്ഫിയേഴ്സ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗം. രണ്ട് ഓപ്പോസിറ്റ് കോർണറിലിരിക്കുന്ന ക്യൂബിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സിലിരിക്കുന്ന സ്ഫിയേഴ്സും ക്യൂബിൻ്റെ സെൻറ്ററിലിരിക്കുന്ന സ്ഫിയറും തമ്മിലാണ് ടച്ച് ചെയ്ത് വരുന്നത്. നമുക്കിനി റേഡിയസ് എഡ്ജ് ലെങ്ത് തമ്മിലുള്ള റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ,
ഇത് ബോഡി ഡയഗണലാണ്. ബോഡി ഡയഗണൽ ഈ ഡി ഫേസ് ഡയഗണലാണ്. നോക്കൂ, നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താണ്, വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇത് എ, അപ്പോൾ ഇത് ഹൈപ്പോട്ടിനസ് ആയിട്ട് വരും. ഡി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ഡി ഈസ് ഈക്വൽ ടു √2a നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് √2a ആണ്. ഡി ഈക്വൽ ടു √2a. ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ ഇടുക. അതും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. നോക്കൂ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഡി ആണ്. ഡി. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ആണ്. ഓൾട്ടിറ്റ്യൂഡ് ക്യൂബിൻ്റെ എഡ്ജ് തന്നെയാണ് എ. ഹൈപ്പോട്ടിന്യൂസ് ഡി ഡാഷ്. So it is very clear that d square plus a square equal to d dash square. Base square plus altitude square equal to hypotenuse square. That is d dash is equal to നമുക്കറിയാം d square എന്ന് പറഞ്ഞാൽ d എന്ന് പറയുന്നത് √2a ആണ്. അപ്പോൾ d square എന്ന് പറയുന്നത് 2a square. നമുക്കിത് ആദ്യം തിരിച്ചെഴുതാം. ഡി ഡാഷ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയറിന് പകരം ഡി √2a ആയതുകൊണ്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2a സ്ക്വയർ പ്ലസ് വീണ്ടും a സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3a സ്ക്വയർ. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഡി ഡാഷ് ഈസ് ഈക്വൽ ടു √3a. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 കണ്ടോ. അപ്പോൾ ഫേസ് ഡയഗണൽ √2a ആണ്, ബോഡി ഡയഗണൽ √3a ആണ്. ഫേസ് ഡയഗണൽ √2a, ബോഡി ഡയഗണൽ √3a. ഇനി നോക്കൂ, എലോങ് ദിസ് ബോഡി ഡയഗണൽ ദി സ്ഫിയേഴ്സ് ആർ ഇൻ കോണ്ടാക്ട്. ദിസ് ഡിസ്റ്റൻസ് ഈസ് റേഡിയസ് ഓഫ് ദിസ് സ്ഫിയർ. ദിസ് ഡിസ്റ്റൻസ് ഈസ് റേഡിയസ് ഓഫ് ദിസ് സ്ഫിയർ. ഇത് കാണുമ്പോഴത്തേക്ക് പല ഡിസ്റ്റൻസ് ആണെന്ന് തോന്നും, പക്ഷേ എല്ലാം ഒരേ വലിപ്പമുള്ള സ്ഫിയേഴ്സ് ആണ്. അതുകൊണ്ട് ഈ റേഡിയസ് എല്ലാം സെയിം ആണ്. ഇത് അടുത്തൊരു റേഡിയസ്, ഇത് അടുത്തൊരു റേഡിയസ്. സോ ഡി ഡാഷ് ഈസ് ഈക്വൽ ടു 4r. Question number 2. By comparing these two equations, it is clear that 4r is equal to √3a. 4r is equal to √3a. So this is a relation between edge length and radius in the case of body centered cube. അപ്പോൾ സിമ്പിൾ ക്യൂബിന് a is equal to 2r, ഫേസ് സെൻറ്റഡ് ക്യൂബിന് 4r is equal to √2a, ബോഡി സെൻറ്റഡ് ക്യൂബിന് 4r is equal to √3a. ഇതാണ് അപ്പോൾ ഓരോ ടൈപ്പ് യൂണിറ്റ് സെല്ലുകളിലെയും എഡ്ജ് ലെങ്തും റേഡിയസും തമ്മിലുള്ള റിലേഷൻ. ബോൾ ടു √3a. അപ്പോൾ നിങ്ങളുടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ റിലേഷൻസ് സിമ്പിൾ ക്യൂബിന് a is equal to 2r, ഫേസ് സെൻറ്റഡ് ക്യൂബിന് 4r is equal to √2a, ബോഡി സെൻറ്റഡ് ക്യൂബിന് 4r is equal to √3a. രണ്ടാമത്തെ കാര്യം, ഫേസ് ഡയഗണലിൻ്റെ ലെങ്ത് √2a, ബോഡി ഡയഗണലിൻ്റെ ലെങ്ത് √3a. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് പാക്കിംഗ് എഫിഷ്യൻസിയാണ്. പാക്കിംഗ് എഫിഷ്യൻസി. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് പാക്കിംഗ് എഫിഷ്യൻസി നമ്മൾ കണ്ടു. ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ്സിൽ എടുത്താൽ അതിൽ കോർണറുകളിലാണ് സ്ഫിയേഴ്സ് ഇരിക്കുന്നത്. ഇങ്ങനെ കോർണറുകളിൽ സ്ഫിയേഴ്സ് ഇരിക്കുമ്പോൾ ഈ സ്ഫിയേഴ്സ് ഇരിക്കുന്നത് കൂടാതെ കുറേ വേക്കൻറ്റ് സ്പേസ് ആ ക്യൂബിനകത്ത് വരുന്നുണ്ട്. അതായത് ക്യൂബിൻ്റെ മൊത്തം വോളിയത്തിൻ്റെ മുഴുവൻ വോളിയവും സ്ഫിയേഴ്സ് ഒക്കുപ്പൈ ചെയ്യുന്നില്ല. ക്യൂബിൻ്റെ മൊത്തം വോളിയത്തിൻ്റെ എത്ര % സ്പേസ് സ്ഫിയേഴ്സ് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിനെയാണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. നോക്കൂ, ഞാനതിന് ഇക്വേഷൻ എഴുതാം. പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടു
വോളിയം occupied by spheres by total volume of cube into 100. ഇങ്ങനെയാണ് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ സിമ്പിൾ ക്യൂബ് ആണെങ്കിൽ സിമ്പിൾ ക്യൂബിൻ്റെ കേസിൽ വോളിയം ഒക്കുപ്പൈഡ് ബൈ സ്ഫിയേഴ്സ്. സിമ്പിൾ ക്യൂബ് ആണെങ്കിൽ ഒരു ക്യൂബിനകത്ത് ഒരു സ്ഫിയറേ ഉള്ളൂ. അപ്പോൾ 4/3 πr³ ആണ് വോളിയം ഒക്കുപ്പൈഡ് ബൈ സ്ഫിയേഴ്സ്. ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ക്യൂബ് a³ ആണ് ഇൻറ്റു 100. എന്നിട്ട് നമുക്ക് എയും ആറും ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ എയ്ക്ക് പകരം ആർ ഉള്ള ഇക്വേഷൻ കൊടുത്തു കഴിയുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് കറക്റ്റ് ആൻസർ കിട്ടും. അവിടെ നമ്മൾ എ ഈസ് ഈക്വൽ ടു 2r എന്നുള്ള റിലേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഫേസ് സെൻറ്റേഡ് ക്യൂബ് ആണെങ്കിൽ ഫേസ് സെൻറ്റേഡ് ക്യൂബ് ആകുമ്പോൾ നമുക്കറിയാം വോളിയം ഒക്കുപൈഡ് ബൈ സ്ഫിയേഴ്സ്. ഒരു ക്യൂബിനകത്ത് 4 സ്ഫിയേഴ്സ് ഉണ്ട്. അപ്പോൾ 4 × 4/3 πr³ ആണ് വോളിയം ഒക്കുപൈഡ് ബൈ സ്ഫിയേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ക്യൂബ് a³ ഇൻറ്റു 100. ഇവിടെ ആറിനും എയുടെയും റിലേഷനിൽ നിന്ന് എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 4r ഈസ് ഈക്വൽ ടു √3a ആണ് ഫേസ് സെൻറ്റേഡ് ക്യൂബിന്. സോ എ ഈസ് ഈക്വൽ ടു 4r/√3. എയുടെ സ്ഥാനത്ത് 4r/√3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് കിട്ടും. അടുത്തത് ബോഡി സെൻറ്റേഡ് ക്യൂബ് ആണെങ്കിൽ ബോഡി സെൻറ്റേഡ് ക്യൂബ് ആകുമ്പോൾ വോളിയം ഒക്കുപൈഡ് ബൈ സ്ഫിയേഴ്സ് 2 × 4/3 πr³ ആണ്. വോളിയം ഓഫ് ദ യൂണിസെൽ a³ ആണ് ഇൻറ്റു 100. ഇവിടെ എയും ആറും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ഫേസ് സെൻറ്റേഡ് ക്യൂബിന് √2a ആണ്. ഇവിടെ വരുമ്പോൾ 4r ഈസ് ഈക്വൽ ടു √3a. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 4r/√3. ഇവിടെ 2. അപ്പോൾ ഈ റിലേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അത് നിങ്ങൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒന്നുകൂടെ ഒന്ന് നോക്കുക എന്തെങ്കിലും അതിൽ സംശയം ഉണ്ടെന്നുള്ളത്. ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക, ഞാനത് ക്ലിയർ ചെയ്യാം.